അപ്പോൾ ഹലോ. അപ്പോൾ ഇന്നലെ ഞങ്ങൾ അമ്മയുടെ വീട്ടിൽ കൂടുക കേട്ടോ ഇത്. അപ്പോൾ രാവിലെ ഞങ്ങൾ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്നതിന് മുമ്പ് നമ്മളെ നാടൊന്ന് എടുത്ത് കേട്ടോ വീഡിയോ എടുത്തതാണ്. കാരണം ഒരുപാട് ആൾക്കാർ നമ്മളെ നാട് കാണാൻ വരുന്നുണ്ട്. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും. പിന്നെ ഇത് കണ്ടോ, വന്നവരൊക്കെ ഇവിടെ മൊത്തം മാലിന്യം അതും ഇതൊക്കെ ഇട്ടിട്ടുണ്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പോകുന്ന വഴിക്കൊന്ന് ജസ്റ്റ് എടുത്തില്ല. അപ്പോൾ ഇതാ നമ്മളിവിടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ 19 വർഷത്തോളം പഴക്കമുള്ള വീടാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് 2-3 മാസമായി അടച്ചിട്ടിട്ട്. അപ്പോൾ ഇതൊന്ന് തുറന്ന് മൊത്തം ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ വരുമ്പോൾ എൻ്റെ എല്ലാ എനർജിയും പോയി കേട്ടോ. വരുമ്പോൾ ഞാൻ നല്ല സന്തോഷത്തോടെ വന്നത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കയറി കണ്ടപ്പോൾ എൻ്റെ ആ ഒരു സന്തോഷം അങ്ങ് പോയി കേട്ടോ. അപ്പോൾ ഇതാണ് വീടിൻ്റെ അവസ്ഥ. ഇതറിയാണ്. പിന്നെ ഏട്ടനതാടി ഇരുന്നിട്ട് രണ്ടാളതെല്ലാം ഡ്രസ്സൊക്കെ മാറി. അപ്പോൾ ഇതാട്ടോ ഓടിട്ട വീടാണ്. ഒരുപാട് വർഷം പഴക്കമുള്ള വീടല്ലേ. അപ്പോൾ ഒരുപാട് ഓട്ടുറുമിയും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ആ വീടിൻ്റെ ഏകദേശം ഒരു അവസ്ഥ. അപ്പോൾ നമുക്ക് അതാണ് അടുക്കള. ഇത് മച്ചിട്ട വീടാണ് കേട്ടോ, കണ്ടില്ലേ, മച്ചിട്ട വീടാണ്. അപ്പോൾ മുകളിൽ നിലയുണ്ട്. മുകളിലൊന്നും നമ്മൾ കയറിയിട്ടില്ല. ഈ റൂമിനെ അടച്ചിട്ടിട്ട് തന്നെ കേട്ടോ, തുറക്കാറൊന്നുമില്ല. അപ്പോൾ ഇതാ ഏട്ടനറാത്തുണ്ട് കണ്ടോ. ഫുള്ള് ഓട്ടുറുമയാണെങ്കിൽ അതൊരു സൈഡ് ഒക്കെ കാണേണ്ട അവസ്ഥയായിരുന്നു. കാരണം അമ്മ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഏച്ചിയുടെ വീടിയാണ്. അപ്പോൾ അമ്മേനെ നമുക്ക് ഇങ്ങോട്ട് കൂട്ടണം. അപ്പോഴത്തേക്ക് ഇവിടെയൊക്കെ വൃത്തിയാക്കിയിട്ട് വന്നേ കണ്ടില്ലേ. അടുക്കളയുടെയൊക്കെ അവസ്ഥ മഴ പെയ്ത് അത് നിറച്ചും വെള്ളമായിരുന്നു. വന്നിട്ട് കണ്ട് പൂപ്പലൊക്കെ വന്നിട്ട് ഇതായിട്ട്. അപ്പോൾ നമ്മൾ ഷീറ്റൊക്കെ വലിച്ച് കെട്ടി ഉള്ളിലെ സാധനമൊക്കെ എടുത്ത് പുറത്തിട്ടിട്ടുണ്ട്. എന്നിട്ട് കാലിയാക്കി ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് വണ്ണാമ്പലിയൊക്കെ തട്ടി അടിച്ച് വരണം. കണ്ടില്ലേ, അടുപ്പൊക്കെ മാറ്റി വണ്ണാമ്പലൊക്കെ തട്ടി അടിക്കണം. അപ്പോൾ ഇതാ ഉണ്ണിയാട്ടം മൂക്കിലൊരു ഇതൊക്കെ കെട്ടിയിട്ട് എല്ലാം വണ്ണാമ്പലൊക്കെ തട്ടാൻ തുടങ്ങി. ആ സമയം ഞാൻ മൂക്കൊക്കെ കെട്ടിയിട്ട് വീഡിയോ പിടിക്കുക ചെയ്തേട്ടോ. കാരണം എനിക്ക് ഈ പൊടിയൊന്നും പറ്റൂല, ശ്വാസം മുട്ടുള്ളത് കൊണ്ട് തന്നെ. കണ്ടില്ലേ, എന്നാലും ഞാൻ അടിച്ചു വരലും അങ്ങനത്തെ ഒക്കെ ഞാൻ ചെയ്തു കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ എല്ലാ സാധനങ്ങളൊക്കെ ഇതാ പുറത്തെടുത്ത് കൊണ്ട് ഇട്ടിട്ടുണ്ട്. ഇതതിൻ്റെ ചേതിയാണ് കേട്ടോ. കണ്ട, ഇതൊക്കെ നമ്മളിനി വടിച്ച് വെക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഇത് നമ്മളെ ഉണ്ണാട്ട വണ്ണാമ്പലൊക്കെ തട്ടി എല്ലാം കഴിഞ്ഞ ശേഷം ഞാനെല്ലാം അടിച്ചവിടെ കൂട്ടിക്കൊടുത്ത് ഏട്ടനത് വാരി കവറിലാക്കുന്നുണ്ട് കേട്ടോ. കാരണം എനിക്ക് ഈ പൊടി ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ദൂരെ നിന്നിട്ടേ പിടിക്കുക ചെയ്തേ. കണ്ടില്ലേ, നന്നായിട്ട് മൂക്കൊക്കെ കവർ ചെയ്തു. അപ്പോൾ ഇതാ അടുപ്പിൽ ഇതൊക്കെ ഞാനാണ് കേട്ടോ എല്ലാം വൃത്തിയാക്കി അടിച്ചെല്ലാം വൃത്തിയാക്കി താഴെ ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഏട്ടൻ ഇതാ മൊത്തം ഏട്ടൻ വൃത്തിയാക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, എല്ലാം കൂടെ നമ്മൾ റീണ്ടാത്താക്കി. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ചാണം വരാനായിട്ടാണ്. ചെറുപ്പത്തിൽ ചാണൊക്കെ വാരിയിട്ടുണ്ട്. കാരണം ആദ്യമായിട്ട് നമ്മൾ ടൂർ പോയത് തന്നെ ചാണൊക്കെ വാരി പൊറുക്കി വിറ്റിട്ടൊക്കെ നമ്മൾ ആദ്യമായിട്ട് ടൂറൊക്കെ പോയിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷം പിന്നെ ഇതൊരു ചാണം വാരിയില്ല കേട്ടോ. പിന്നെ ചാണം വാരുന്ന ഞാൻ നിന്ന് പിന്നെ വടിക്കാനുള്ളതൊക്കെ കണ്ടില്ലേ നിരത്തിയിട്ടിട്ട്. കണ്ടില്ലേ, ഇത് അത്രയും ഇനി വടിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെ അജിയേച്ചീൻ്റെ ആലയിലേക്ക് പോകുക കേട്ടോ, ചാണം വരെ. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അത്. എൻ്റെ അവിടെ നിന്ന് വരാൻ കഴിഞ്ഞിട്ട് നേരെ ഇപ്പുറത്തേല് വന്ന് എന്നിട്ട് ഇവിടുന്ന് പിന്നെ വേമ്പയും ഭാരി. പിന്നെ എന്താ ചെയ്യുക, അമ്മേനെ കൂട്ടണം, വൃത്തിയാക്കണ്ടേ, വേറെ ആരും ഇല്ലല്ലോ. അപ്പോൾ വേഗം അതൊക്കെ വാരി അതിൻ്റെ അകത്തേക്ക് കണ്ടില്ലേ ഞാൻ ചാണം വാരിയിട്ട്. ഇത് ഇട്ടപാടുള്ള ചാണമായതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ ഇതില്ല. കുറച്ച് ഇന്നലത്തെ മിഞ്ഞാനത്തെല്ലാം വരെ എനിക്ക് ഭയങ്കര മടിയാട്ടോ. കാരണം എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല എനിക്ക് വരെ. അപ്പോൾ ഇതാ ചാണക വാരി ഞാൻ ഇതിലേക്ക് നടിക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടിപൊളിയായിട്ട് കലക്കിയിട്ട് ചാണക തേക്കണം. പിന്നെ കണ്ടില്ലേ, അപ്പോൾ രാവിലെ ഞങ്ങൾ എണീച്ചപാട് തനൂസും നേതൂസിനൊക്കെ അമ്മമ്മേൻ്റെ വീട്ടിൽ തന്നെ അവർ എണീച്ചിട്ടുണ്ടായിരുന്നില്ല. അവരൊന്നും കൂട്ടാണ്ട് കേട്ടോ വന്നത്. കാരണം അവരെ കൂട്ടിയാൽ നമ്മളെ പണിയൊന്നും നടക്കില്ലല്ലോ. അതുകൊണ്ട് അവരെ കൂട്ടാണ്ട് ഏട്ടനും ഞാനും കുട്ടനും മാത്രമേ വന്നിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ ചാണക വാരി അപ്പോൾ നമ്മൾ ചായ ഒന്നും കുടിക്കാതെ കേട്ടോ വന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒന്ന് ഇതാ ചാണം വാരി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ നേരെ ചാണകം കൊണ്ട് പോവാം കേട്ടോ. ഇനി ചാണകം കൊണ്ട് പോയി എന്നിട്ട് വേണം ഇത് കലക്കണം, തേച്ച് കൊടുക്കണം. അതിൽ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ തേച്ച് പഠിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ഇതാ നമ്മളിവിടെ 2 ബക്കറ്റ് ഉണ്ട്. ഒരു ബക്കറ്റ് എടുത്ത് ഉണ്ണേണ്ട എനിക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ആ ബക്കറ്റിൽ വേണം നമ്മളത് കലക്കാൻ കേട്ടോ. കണ്ടില്ലേ, ഞാനപ്പോൾ അപ്പുറത്തെ ബക്കറ്റിന് ഇപ്പുറത്തെ ബക്കറ്റിലേക്ക് ചാണകം കോരിയിട്ട് ഏട്ടൻ വെള്ളമൊക്കെ ഒഴിച്ച് എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒഴിച്ച് ഞാൻ ചാണകം കലക്കുന്നുണ്ട്. കരിയൊക്കെ കത്തിച്ചിട്ട് കൂട്ടുന്നവരുണ്ട്, ചേകരീൻ്റെ. പക്ഷെ ഞങ്ങൾ അതൊന്നും കൂട്ടില്ല. നമ്മൾ ഒരു പച്ച ചാണം കലക്കിയിട്ട് ഇതാക്കിയത്. ഇതാ ഞാൻ പറയുന്നുണ്ട്, ഹലോ ഗെയ്സ്, കണ്ടില്ലേ എൻ്റെ കഷ്ടപ്പാട്, ഇതൊക്കെ ഞാൻ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ വേറെ തന്നെ
റെക്കോർഡ് ചെയ്ത് കേട്ടോ. കാരണം ഇത് ഇടാൻ വൈകിയത് മറ്റൊന്നല്ല, ഇത് എടുത്ത് പണി കഴിഞ്ഞ് വീട്ടിലെത്തിയോടെ തന്നെ എനിക്ക് ശ്വാസം മുട്ടൽ ഇളകി ഹോസ്പിറ്റലിൽ പോയത്. നോക്കുമ്പോൾ ഇഞ്ചക്ഷനൊക്കെ അടിച്ച് അങ്ങനെ കുറച്ച് പണിപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാട്ടോ ഞാൻ ഇത് പറഞ്ഞിടാന്ന് വിചാരിച്ചത്. അങ്ങനെ ഇതാ ഞാൻ അടുപ്പും തണിയൊക്കെ ചാണകം തേച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ അവിടെ വെണ്ണീരായതുകൊണ്ട് തന്നെ അവിടെ ശരിക്കും അങ്ങനെ പിടിക്കുന്നുണ്ടായിരുന്നില്ല. എൻ്റെ ഏട്ടനും കുറച്ച് സഹായിച്ചെന്ന്. അതിൻ്റെ ഒരു സൈഡ് മാത്രമേ ചാണകം ആക്കേണ്ടി വന്നിട്ടുള്ളൂ കേട്ടോ. കാരണം ഇപ്പുറത്തെ സൈഡ് സിമെൻറ്റിൻ്റെ പൊട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ ഒരു സൈഡ് മാത്രമേ നമ്മൾ ചാണകം ആക്കിയിട്ടുള്ളൂ. പിന്നെ വെച്ചാൽ പെട്ടെന്ന് ഇപ്പോൾ വീട് എടുക്കുന്നുണ്ട്. അപ്പോൾ വീടാകുന്നവരെ വീട് കേട്ടോ നമ്മൾ നിൽക്കുന്നതിനും. അപ്പോൾ നമുക്ക് സുഖമില്ല ആയതുകൊണ്ട് ഇവിടെ പിന്നെ ആരും നിൽക്കാനില്ല. അതുകൊണ്ട് തന്നെ അമ്മേനെ കൂട്ടണം. കാരണം തേപ്പ് തുടങ്ങുകയെല്ലാം ചെയ്യുമ്പോൾ ഭക്ഷണമൊക്കെ വെച്ച് കൊടുക്കേണ്ടതുകൊണ്ട് അമ്മക്ക് ഏട്ടൻ ഇവിടത്തേക്ക് മാറേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് വൃത്തിയാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാനിതാ ചാണകമൊക്കെ കോരി വെച്ച് മാച്ചിയെടുത്ത് അടിച്ചതാണ്. ആകെ മുഴുവനായിട്ട് നമ്മൾ ചാണകം തേച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഒരുപാട് വർഷം പഴക്കമുള്ള വീടാണ് കേട്ടോ ഇത്. ശരിക്കും നമ്മുടെ വീടല്ല, വേറെ ആളെ വീടാണ്. അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് വീട് പൊളിച്ചത് കൊണ്ട് നിൽക്കാൻ തന്നതാണ് കേട്ടോ. അമ്മക്കും ആങ്ങൾക്കും കൂടെ ഇപ്പോൾ ഇവിടെയാണ് നിൽക്കാറ്. കറണ്ടൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ഉണ്ണിയേട്ടൻ ഇതാ അടുത്ത ജോലി ഏറ്റെടുത്തിട്ടുണ്ട്. പാത്രം കഴുകാനുള്ളതെല്ലാം എടുത്തിട്ട് കണ്ടില്ലേ കിണറിൻ്റെ അടുത്തേക്ക് കൊണ്ടിടുന്നുണ്ട്. എന്നിട്ട് വേണം നമുക്കിതൊക്കെ തേച്ച് പഠിച്ച് എടുക്കേ. കണ്ടില്ലേ. അപ്പോൾ ഇത് ശരിക്കും തനൂസാണ് കേട്ടോ ഇത് വീഡിയോ പിടിച്ച ഞാനല്ല. കാരണം ഞാൻ അകത്തപ്പോൾ ചാണം തേപ്പിൻ്റെ എന്തോ പരിപാടിയിലായിരുന്നു ഞാൻ. അപ്പോൾ തനൂസാണ് ഇതൊക്കെ വീഡിയോ എടുത്ത് വെച്ചത്. തനൂസിന് നല്ല പനിയായിരുന്നു. പിന്നെ തനൂസിനെ കൂട്ടാണ്ട് വരാനാവില്ലല്ലോ, അതുകൊണ്ട് തനൂസിനെയും കൂട്ടിയിട്ട് വന്നത്. അപ്പോഴത്തേക്ക് തനൂസ് എണീച്ചിട്ട് മാമൻ്റെ മക്കൾ തനൂസിനെയും കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നേതൂസിനെയും കൊണ്ടാക്കിയേ. പക്ഷേങ്കിൽ നേതൂസിനെ അപ്പോൾ നമ്മൾ അപ്പുറത്തെ ബീനേച്ച് കൂട്ടിപ്പോയതോട്ടോ കേട്ടോ. കണ്ട. അപ്പോൾ ഇതെല്ലാം എൻ്റെ അംഗത്തിനുള്ള പാത്രങ്ങളാട്ടോ. അപ്പോൾ നമ്മുടെ ഉണ്ണിയേട്ടൻ ഇതാ ഫുള്ള് വെള്ളമെല്ലാം എടുത്ത് പാരുന്നുണ്ട്. ഇനി നമുക്കിതാ പാത്രം കഴുകാനുള്ള സ്പോഞ്ചും കുച്ചും ബ്രഷൊക്കെ ആയിട്ടാട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ കുട്ടൻ്റെ അംഗത്തിനുള്ള ഒരുക്കം തുടങ്ങലാണ്. ടീഫോയി തേച്ച് വടിക്കലാണ്. ആ സർപ്പൊടിയെല്ലാം ഇട്ട് ബ്രഷെല്ലാം ഇട്ട് ഇതാ അമ്പോടും ബില്ലോടും എടുക്കില്ല എന്നല്ലേ തേച്ച് വിളിപ്പിക്കുന്നത്. ആ സമയത്തേക്ക് ഉണ്ണിയേട്ടൻ പാത്രം കഴുകാനുള്ള ഇതാ വെള്ളമൊക്കെ വലിച്ചു വരുമ്പോഴേക്ക് ഞാൻ നമ്മുടെ ഇതൊക്കെ എടുത്ത് വന്ന് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത എൻ്റെ അംഗത്തിൻ്റെ ഇതല്ലേ. അപ്പോൾ നമ്മളെ അടിച്ചു വാരലും വെണ്ണാമ്പലാട്ടലും ചാണം തേപ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് തേച്ച് പൊടിയായിരുന്നു കേട്ടോ. അങ്ങനെ ഉണ്ണിയേട്ടൻ എല്ലാവരും വെള്ളം വലിച്ച് വാരുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ ഓരോന്നായിട്ട് തേച്ച് പൊടിക്കാമെന്ന് വിചാരിച്ചിട്ട് അല്ലിതാ കടിച്ച് പറിച്ച് പൊട്ടിക്കുന്നുണ്ട്. സ്പോഞ്ചെല്ലാം കത്തിയൊന്നും കാണുന്നില്ല. എന്ന് വെച്ചാൽ എല്ലാം ഫുൾ പുറത്തെടുത്തിട്ട് നമ്മൾ വടിക്കാനൊക്കെ ഇടലല്ലേ. അപ്പോൾ നമ്മളെ കുട്ടനിതാ ഏകദേശം തേച്ച് കഴിയാനായിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഓരോന്നായിട്ട് എടുത്ത് വരെ തേക്കൽ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ പാത്രം കൈ പാതിരാന്ന് വിചാരിച്ചു. പക്ഷേ എന്നാൽ വേഗം കഴുകി കേട്ടോ. കാരണം ഞാൻ തേച്ച് വെച്ചിട്ടേ ഉള്ളൂ. ഉണ്ണിയേട്ടനപ്പൊക്കെ വേഗം കഴുകി വെച്ചു. അങ്ങനെ നമ്മൾ രണ്ടാളും കൂടെ പരമാവധി ഒത്തുപിടിച്ച മലയും പോരും എന്ന് പറഞ്ഞ പോലെ പാത്രമൊക്കെ തേച്ച് വടിച്ചിട്ടുണ്ട്. നമ്മളതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞ പോലെ ഒരിക്കൽ ചാണം തേച്ച് കഴിഞ്ഞാൽ നേരെ അമ്മായിൻ്റെ അടുക്ക് പോയിട്ടുണ്ടായിരുന്നു ചായ കുടിക്കാൻ. അമ്മായി ദോശയും ചെറുപയർ കറിയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇളയമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വന്നു. ചായ കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ഇതാ ഇവിടെ മാറി ഇരുന്നിട്ടുണ്ട്. ബ്ലാക്കിക്ക് നമ്മളിതെല്ലാം വൃത്തിയാക്കിയിട്ട് വേണ്ടേ ഇവിടെ വന്ന് കിടക്കണ്ടിക്കില്ലേ. അപ്പോൾ ബ്ലാക്ക് തൽക്കാലത്തേക്ക് ബീനേച്ചിൻ്റെ എടുക്കുന്ന ബ്ലാക്ക് ഭക്ഷണം കഴിക്കാറ്. പിന്നെ കുട്ട എന്തെങ്കിലും പാക്കറ്റ് കൊണ്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ അമ്മേനെ കാണുമ്പോൾ ഇവന് ഭയങ്കര സന്തോഷമായിരിക്കും. അമ്മയിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ഇവന് ഭയങ്കര സങ്കടം കേട്ടോ. ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഇവനെയോ ഏട്ടനെയാണ്. കാരണം ഭക്ഷണത്തിൻ്റെ കാര്യത്തിലെല്ലാം. പക്ഷേ എങ്കിൽ ഏട്ടന് പിന്നെയും പ്രശ്നമില്ല കേട്ടോ. ഏട്ടൻ അമ്മമ്മേൻ്റെ അടുക്കെല്ലാം പോയിട്ട് അവിടെ തന്നെ ഭക്ഷണം കഴിക്കലും കിടക്കലും എല്ലാം. അപ്പോൾ ഇതാ അങ്ങനെ കുട്ടൻ്റെ ഇത് പാത്രം തേച്ച് കഴുകിയിട്ടുണ്ട്. എന്നിട്ടും എൻ്റെ പകുതി പോലും ആയിട്ടില്ല. ഞാനിടുന്ന ഒരേ എന്നെ തേച്ച് എൻ്റെ ജീവിതം തീരുമെന്നറിയില്ല. അത്രക്കും തേച്ച് പിടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബ്ലാക്ക് എന്തായി എന്നൊക്കെ നോക്കാം. ഇതാ എൻ്റെ ചുറ്റിടത്തേക്ക് കൂടി ഇങ്ങനെ നടക്കുന്നുണ്ട്. കണ്ടില്ലേ ബ്ലാക്കിന് ഇതാണ് കേട്ടോ നമ്മുടെ ഈ ബ്ലാക്കിൻ്റെ ഒരു വലിയ കഥ തന്നെ കേട്ടോ. അപ്പോൾ ഇതാ ഏട്ടനെ ഓരോന്നായിട്ട് കഴുകി വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബ്ലാക്കി ഉണ്ടല്ലോ, കുട്ടൻ ടൂർ പോയിട്ടുണ്ടായിരുന്നു ഡൽഹിയിൽ. അപ്പോൾ വരുന്നവർ കണ്ണൂരിൽ നിന്നൊരു കാറ് പിടിച്ചിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ അങ്ങനെ വീട്ടിലെത്തി ഡോറങ്ങ് തുറക്കുമ്പോൾ കഥാ ഒരു പൂച്ചക്കുട്ടി ചാടി വീഴുന്നത് അങ്ങനെയുള്ളതാണ് കേട്ടോ ബ്ലാക്കി. അപ്പോൾ അങ്ങനെ വീട്ടിൽ തന്നെയായി. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ വീട്ടിൽ തന്നെ വളർത്തിയതാണ് കേട്ടോ ബ്ലാക്കിനെ. അപ്പോൾ ഏട്ടൻ കഴുകി തളർന്നു പോയി. അപ്പോൾ ഇതാ ഞാൻ ബാക്കി എടുത്തിട്ട് അങ്ങനെ നമ്മളിതാ കുറേ ടേബിൾ മേലും കഴുകി വെച്ച് ബാക്കി നമ്മൾ അവിടെ കൂടെ തന്നെ കേട്ടോ വെച്ചിട്ടുള്ളത്. കണ്ടില്ലേ.
അപ്പോൾ ഇതെല്ലാം ഓരോന്നായിട്ട് ഏട്ടൻ എനിക്ക് എടുത്തുകൊണ്ട് തരാൻ തുടങ്ങി. കാരണം തനൂസാട്ടോ ഇത് വീഡിയോ പിടിച്ച്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് വാങ്ങി അടുക്കളയിൽ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. ആ കുട്ടൻ ആടുന്ന് കൈയൊക്കെ കഴുകിയിട്ട് ആടുന്ന് കുട്ടൻ ഇങ്ങ് എടുക്കും, ഇവിടുന്ന് ഏട്ടനും എടുക്കും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഈ കഴുകി വെച്ചതൊക്കെ നമ്മൾ അകത്തേക്ക് മാറ്റേണ്ട പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ അപ്പോഴത്തേക്ക് തന്നെ സമയം ഒരുപാടായിരുന്നു. കാരണം രാവിലെ നമ്മൾ ദോശ മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, വേറെ ഒന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ ഇതാ കുട്ടനും ഉണ്ണിയേട്ടനും നമ്മൾ മൂന്നാളും കൂടെ പരമാവധി കുറച്ചായി എടുത്തിട്ട് അവർ രണ്ടാളും എനിക്ക് പുറത്തവിടെ കൊണ്ടുത്തരും, ഞാനതെടുത്ത് ഉള്ളിൽ വെക്കും കേട്ടോ. എനിക്കവിടെ അത്രേ പണി ഉണ്ടായിരുന്നുള്ളൂ. ഇവരെന്നെ പരമാവധി സഹായിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മൂന്നാളും കൂടെ മൊത്തം നല്ല അടിപൊളിയായി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, എനിക്ക് ജലദോഷമാണ് കേട്ടോ. എൻ്റെ ശരിക്കും മാറിയിട്ടൊന്നുമില്ല, കാരണം അത്രയ്ക്ക് പൊടിയായിരുന്നു. ശ്വാസം മുട്ടലും അല്ലേ. പക്ഷെ എന്നാലും ഞാൻ മൂക്കൊക്കെ നന്നായി കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടും അത് കുറഞ്ഞില്ല. എന്ന് വെച്ചാൽ പഴയ വീടും കരിയും പൊടിയും ഒക്കെ ആയിട്ടാണ് കേട്ടോ. കണ്ടില്ലേ കുട്ടൻ എനിക്കത് അവിടെ കൊണ്ടുത്തന്ന് ഞാനത് ചെമ്പൊക്കെ നമ്മൾ ഗ്യാസുമ്മൽ വെച്ച് ചൂടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഇതുപോലെ അടുക്കി വെച്ചിട്ടുള്ളത്. ഞാനത് കാണിച്ചു തരാം, വീഡിയോൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇതാ ബാക്കിയുള്ളതൊക്കെ കൊണ്ടുത്തരുന്നതൊക്കെ ഞാൻ താഴെ തറയിലൊരു ചാക്ക് വിരിച്ചിട്ട് അതിൽ തന്നെ എല്ലാം അടുക്കി വെക്കുക കേട്ടോ ചെയ്തത്. ഇത് പാത്രമൊക്കെ കണ്ടിട്ട് നമ്മളോട് ഗീതേച്ച് ചോദിക്കുകയും ചെയ്ത്, എൻ്റെ സൂര്യയെ ഇതിൻ്റെ ഉള്ളിൽ ഇത്രക്കും പാത്രങ്ങൾ ഉണ്ടായിരുന്നത്, അത്രയ്ക്ക് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ പാത്രം ഇതൊക്കെ കഴുകി കുറേ കുപ്പിയൊക്കെ നമ്മൾ ഒഴിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റു സാധനങ്ങളൊക്കെ ഉള്ളത് കുറേ വേണ്ടാത്തൊക്കെ നമ്മൾ തട്ടിയിട്ടൊക്കെ ആക്കി വൃത്തിയാക്കുകയൊക്കെ ചെയ്ത് പിന്നെ കേട്ടോ. അങ്ങനെ നമ്മളിതാ ഓരോന്നായിട്ട് ഞാനിതാ തറയിൽ പിന്നെ ഒരു ചാക്ക് വിരിച്ചിട്ട് അതിൻ്റെ അകത്ത് തന്നെ പിന്നെ എല്ലാം കുമ്പിടുത്തി വെക്കുകയായിരുന്നു. പിന്നെ പൊടിയൊന്നും വീഴുകയില്ല, അതുകൊണ്ട് എല്ലാം അപ്പടപ്പാട് നമ്മൾ എല്ലാവരും അരിക്കുക ഒരു സൈഡിൽ കുമ്പിടുത്തി അവിടെ വെക്കുകയായിരുന്നു കേട്ടോ. ഇതാ നമ്മുടെ കുട്ടൻ അവിടെ നിന്ന് എടുത്തെടുത്ത് ചെയ്തത് കണ്ടില്ലേ. ഇതാ ഇതുപോലെ വെച്ച് ഓലക്കണ്ണിയായി അരിക്കും വെച്ച് ബാക്കി ചെമ്പൊക്കെ നമ്മളിത് അവിടെ കുമ്പിടുത്തി. ഇനി ഇത് പിന്നെ നമുക്ക് ഇത്രയും പണിയെടുത്ത് തളർന്നൊരു എനർജിക്ക് വെള്ളം വെക്കാനും മുട്ട പുഴുങ്ങാനും വെള്ളം കുടിക്കാനുള്ള 2 ഗ്ലാസ്സുമാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ മറ്റൊരു പുതിയ ചാക്ക് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കൂടി അങ്ങ് പൊത്തി കൊടുക്കും കേട്ടോ. അത് കണ്ടില്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, മുകളിലത്തെ പൊടിയൊന്നും അതിൻ്റെ അകത്തേക്ക് ആവുകയില്ല. എന്നിട്ട് അതിൻ്റെ മുകളിൽ പാറിപ്പോവാതിരിക്കെ ഞാനൊരു കത്തിയാളും എടുത്ത് വെക്കുകയാണ് കേട്ടോ ചെയ്ത്. അത് ഞാൻ പിന്നെ കാണിച്ചിട്ടില്ല. അങ്ങനെ ഇതാ നമ്മുടെ ചെമ്പ് കണ്ട ഓരോന്നായിട്ട് കഴുകിയ ചെമ്പൊക്കെ ഗ്യാസുമ്മൽ വെച്ച് ചൂടാക്കിയിട്ട് നമ്മൾ അവിടെ കുമ്പിടുത്തു പോയത് കേട്ടോ. കണ്ടില്ലേ, അത്രയേ ഉള്ളൂ. കണ്ടില്ലേ. ഇനി നമ്മളെ കുട്ടൻസ് ഇതെല്ലാം തുടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ അപ്പോൾ നമ്മൾ പണിയെടുത്ത് തളർന്നതല്ലേ, നല്ല മുട്ട പുഴുങ്ങിയതും പഴക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് മുട്ട പൊളിച്ച് കൊടുത്ത് കുട്ടന് നേതു സാധാരണ കഴിക്കുന്നുണ്ട്. തനൂസിന് മുട്ട അങ്ങനെ കൊടുത്തിട്ടില്ല, പനിയായതുകൊണ്ട്. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ അടുക്കളയുടെ മാറ്റം. അപ്പോൾ ഇത് തുടങ്ങുമ്പോൾ ഇത് ഇപ്പോൾ ഇതെല്ലാം പൊട്ടി വീന്നൊന്നും പറയാൻ കഴിയില്ല, കാരണം കുറേ പൊതിർന്നിട്ടുണ്ട്, കട്ടയല്ലേ. എന്നാലും പെട്ടെന്ന് തന്നെ തേച്ചിട്ട് മാറാമെന്ന് വിചാരിക്കുന്നു. ബാക്കി ഇപ്പുറത്തേക്കൊന്നും കുഴപ്പമില്ല, ചോരുന്നു അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അടുക്കളയിൽ ഭയങ്കര ചോർച്ചയായിരുന്നു കേട്ടോ. മുകളിൽ ഷീറ്റ് കെട്ടിയത് കാറ്റിന് പറിപ്പറ്റി ഇതാ ശരിക്കും പറഞ്ഞാൽ തളർന്ന അവശയായി. അപ്പോഴത്തേക്ക് തന്നെ ഞാൻ തുമ്പി പണിയായി കേട്ടോ. എനിക്ക് ഭയങ്കര ജലദോഷമൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ശരിക്കും ഇത്രയേ ഉള്ളൂ കേട്ടോ, മറ്റൊന്നുമില്ല. കാരണം ഈ 80 വർഷം പഴക്കമുള്ള ഈ വീട് വൃത്തിയാക്കിയപ്പോൾ എന്താ സംഭവിച്ചത്, എനിക്ക് ജലദോഷവും ശ്വാസം മുട്ടലും വന്ന്. അങ്ങനെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ.